പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ഓഫീസിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കൂടെ അനിയും ഉണ്ടായിരുന്നു. അങ്ങനെ ആദർശ് നയനയെ മൈൻഡ് ചെയ്യാതെ മുറിയിലോട്ട് പോവുകയാണ്. ആ സമയത്ത് നയനയ്ക്ക് വളരെയധികം സങ്കടമാകുന്നുണ്ട്. അനിയാണെന്നുണ്ടെങ്കിൽ ഏട്ടത്തിയോട് ഇക്കാര്യത്തെക്കുറിച്ചൊന്ന് ചോദിക്കണം, എന്താ ഇതിൽ നടന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കണം, ഏട്ടത്തി എന്നോടെല്ലാം തുറന്ന് പറയാറുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. ആ സമയത്ത് അനി നയനയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് ഏട്ടത്തിയോട് ചോദിക്കുന്നുണ്ട്, നയനയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി, ആദർശേട്ടൻ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്താ സംഭവിച്ചത്? ഏട്ടത്തി എന്തിനാണ് ഏട്ടനിൽ നിന്നും ഇതെല്ലാം മറച്ചു വെച്ചത്? ഏട്ടനോട് എല്ലാം തുറന്ന് പറയായിരുന്നില്ലേ? അത്രയ്ക്കും ഞങ്ങളൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യമല്ലായിരുന്നോ അത് എന്നൊക്കെ അനി പറയുന്ന സമയത്ത്, അത് പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ആരോടും ഇതിനെക്കുറിച്ച് പറയാതിരുന്നത്. ഇതറിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കാരണം ആദർശേട്ടനും അതുപോലെ തന്നെ അച്ഛനുമൊക്കെ ഒന്നും അമ്മയോട് തുറന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. ആ ഒരു ദേഷ്യവും സങ്കടവും അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതാരോടും തുറന്ന് പറയാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അനി. അപ്പോൾ അനി പറയുന്നുണ്ട്, ഇതേക്കുറിച്ച് ആദർശേട്ടൻ പറയുന്ന സമയത്ത് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. കാരണം ഏട്ടത്തിക്ക് എന്തായാലും പറയാതിരിക്കണമെങ്കിൽ അതിനൊരു വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, എല്ലാം എൻ്റെ തെറ്റാണ്, ഞാനന്ന് ആരോടും പറയണ്ട എന്നുള്ളത് ഞാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കൊണ്ടാണല്ലോ അമ്മയിൽ നിന്നും എല്ലാവരും മറച്ചു വെച്ചത്. അത് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നതാ. പക്ഷെ എന്നാലും നമ്മുടെ അച്ഛനെങ്കിലും ഇത് അമ്മയോട് പറയായിരുന്നു എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. പിന്നെ എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള ഒരു ചമ്മലും അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു പിന്നെ സാവധാനം തന്നെ അമ്മ എല്ലാവരോടും അറിയിക്കാമെന്നുള്ളത് കരുതിയതാണ്. അതുകൊണ്ടാണ് ഇത് പറയാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നയന. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, എന്തായാലും ഏട്ടൻ അത് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഏട്ടനും അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണല്ലോ. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ അഭിനയിച്ച് പോകുന്നത് കാണുമ്പോൾ, അത് കണ്ടുപിടിക്കുമ്പോൾ അത് ആർക്കായാലും സഹിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനി. എന്നിട്ട് ഏട്ടത്തി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്ക് ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല അനി ഏട്ടൻ ഇനി നന്നാവുമെന്നുള്ളത്. ഒരു ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും മാറാൻ കുറച്ച് പ്രയാസമാണ്. പിണങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നന്നാവാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട് അനി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഏട്ടത്തി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീട് അനി മുറിയിലോട്ട് പോവുകയാണ്. ആ സമയത്ത് അനാമിക മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അനാമിക അനിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തിയും ഏട്ടനും തെറ്റിയോ? ഇപ്പോൾ ആദ്യത്തെ പോലുള്ള സ്നേഹമൊന്നും കാണുന്നില്ലല്ലോ. നയന അവളെ എന്തെങ്കിലും ചതി ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ ഏട്ടൻ ഇങ്ങനെ ചൂടാവുകയൊന്നുമില്ല. വലിയ സ്നേഹമാണ്, നയനെ കണ്ടു പഠിക്കണം, അവള് ദേവതയാണ്, മാലാകയാണ് എന്നൊക്കെ പാടിക്കൊണ്ട് നടക്കുകയായിരുന്നല്ലോ. അവളെ കണ്ടു പഠിക്കണമെന്നായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായി? അവരുടെ ജീവിതവും ഇതുപോലെ തന്നെ ഏകദേശം തല്ലും വഴക്കുമായിട്ട് മുന്നോട്ടാണല്ലോ പോകുന്നത്. എനിക്കെന്തായാലും സന്തോഷമായി. എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞതാണല്ലോ. അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു. അതിന് ഈശ്വരൻ കൊടുത്ത പണിയാണ്. ഈശ്വരൻ എൻ്റെ കൂടെയാണ് എന്നൊക്കെ ഇങ്ങനെ രീതി അനാമിക പറയുന്നുണ്ട്. ആ സമയത്ത് അനി പറയുന്നുണ്ട്, അവരുടെ പിണക്കം എന്ന് പറഞ്ഞാൽ നിൻ്റെ ഒന്നും പോലല്ല, അവരുടേത് സൗന്ദര്യ പിണക്കമാണ്. അത് പെട്ടെന്ന് തന്നെ മാറും. അതുകൊണ്ട് നീ അഹങ്കരിക്കണ്ട. നീ നിൻ്റെ പാട് നോക്കിക്കോ. അത് നോക്കിയിട്ട് ഇവിടെ നിന്നാൽ മതി. ഏട്ടത്തിയുടെ കാര്യം നോക്കാൻ അവരും ആദർശേട്ടനും അവരുടെ അമ്മായിമ്മയൊക്കെ ഉണ്ട്. അത് നീ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനി റേസ് ആവുകയാണ്. അങ്ങനെ പിന്നീട് നയനയും ദേവയാനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദേവയാനി നയനയുടെ സങ്കടം കണ്ടിട്ട് ദേവയാനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ആദർശിനെ കുറിച്ച് എനിക്കറിയാലോ, അവൻ്റെ ദേഷ്യമൊക്കെ മാറിക്കോളും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം മോളെ, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. 1-2 ദിവസം കഴിഞ്ഞാൽ തന്നെ അവൻ്റെ സ്വഭാവത്തിന് ഒരു തണുപ്പൊക്കെ വരും, അവനെ നമുക്ക് ശരിയാക്കിയെടുക്കാം, നീ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇത്രയും എന്നെ അവഗണിച്ച് ഞാൻ കണ്ടിട്ടില്ല, ഇതേവരെ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. എന്തുണ്ടെങ്കിലും അത് നമ്മൾ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാൻ റെഡിയാക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പോൾ എന്നെ ഫേസ് ചെയ്യാൻ പോലും നിൽക്കുന്നില്ല, അത്രയ്ക്കും ദേഷ്യമാണ്, ഞാൻ ചതിച്ചു എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നയന കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേവയാനി നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നീ ഒന്നും കൊണ്ടും ടെൻഷൻ ആവണ്ട, എല്ലാം ഞാൻ ശരിയാക്കി തരാം മോളെ, ഞാൻ പറഞ്ഞത് കൊണ്ടാണല്ലോ തൽക്കാലം നീ ഒന്നും പറയാതിരുന്നത്, അപ്പോൾ ഞാൻ തന്നെ അത് ശരിയാക്കി എടുത്തോളാം എന്നൊക്കെ ഉറപ്പ് കൊടുക്കുകയാണ് ദേവയാനി. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അവിടേക്ക് വരുന്നത്. അപ്പോൾ അമ്മ
എത്ര ഉറപ്പ് കൊടുത്തിട്ടും കാര്യമില്ല. അവൾ പറയേണ്ടത് എൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ അവൾ എന്നോട് പറയേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അമ്മ എത്ര പറയണ്ടെന്ന് പറഞ്ഞാലും അവൾക്ക് എന്നോട് പറയേണ്ട ഒരു കടമയുണ്ടല്ലോ. പിന്നെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മയെ കളിയാക്കത്തൊന്നുമില്ലല്ലോ. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യമില്ലേ. അമ്മയ്ക്ക് ചമ്മലുണ്ടെങ്കിൽ എനിക്ക് എന്നോട് പറയാലോ, അമ്മയ്ക്ക് ചമ്മലുണ്ട്, അമ്മയോട് ഇപ്പോൾ അറിഞ്ഞതായിട്ട് ഭാവിക്കണം എന്നുള്ള രീതിയിലൊക്കെ എന്തൊക്കെ പറയാം. അവൾ എന്നോടെല്ലാം തുറന്ന് പറയുന്നതല്ലേ. പിന്നെ എന്തൊരു അഭിനയമായിരുന്നു എൻ്റെ മുമ്പിൽ. കള്ളത്തരം കാണിച്ചിട്ട് ഓരോന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അഭിനയിച്ചിട്ട് നിൽപ്പായിരുന്നു. പിടിച്ചു നിൽക്കാൻ നല്ല കഴിവ് തന്നെയാണ്. നയനയെക്കുറിച്ച് ഞാൻ ഇത്രയ്ക്കൊന്നും കരുതിയില്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നയന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാൻ പറഞ്ഞല്ലോ എന്താണ് നടന്നത് എന്നുള്ളതും എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതും. പിന്നെ അമ്മ നിങ്ങളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത്. അമ്മയ്ക്ക് ചെറിയൊരു സങ്കടവും ആ ഒരു ചമ്മലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ആദർശേട്ടൻ ഇതെന്തിനാ സീരിയസ് ആക്കി എടുക്കുന്നത്, ഞങ്ങൾ തന്നെ നിങ്ങളോട് പറയാമെന്ന് കരുതിയതാണ് എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ നല്ല അഭിനയമായിരുന്നല്ലോ. ഞങ്ങളുടെ മുമ്പിൽ ചൂടായി അഭിനയിക്കുക, ഞങ്ങളില്ലാത്ത നിങ്ങൾ സ്നേഹിക്കുക, എന്ത് മോശമാണ്, അന്യരോടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ആദർശ് ചോദിക്കുകയാണ്. അങ്ങനെ പിന്നെ നയന നല്ല സങ്കടം കൊണ്ട് നല്ല കരച്ചിലാണ്. ആ സമയത്ത് ഇനിയും എൻ്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കണ്ട, നീ സങ്കടം അഭിനയിച്ചിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കണ്ട, എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ആ ഒരു സിമ്പതിയോ അനുകമ്പയോ ഒന്നും തോന്നില്ല, ഇനിയും നീ അഭിനയിക്കണ്ട എന്നൊക്കെ പറയുകയാണ്. ആ സങ്കടം തീരെ ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അല്ല ആദർശ നീ എന്തൊക്കെയായി പറയുന്നത്, ഇങ്ങനെയൊക്കെ നിനക്ക് നയനയോട് പറയാൻ പറ്റുമോ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ, അത് എൻ്റെ കാരണം കൊണ്ടല്ലേ, നീ എന്തിനാ അവളെ പഴിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറഞ്ഞിട്ട് അത് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആദർശ് ഒട്ടും തയ്യാറാകുന്നില്ല. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇനിയും എൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ നോക്കണ്ട, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ പോകാൻ നോക്ക്, ഇനിയും അഭിനയിച്ച് ഇവിടെ നിൽക്കണം എന്നില്ല എന്നൊക്കെ ഇങ്ങനെ നയനയോട് വളരെ ക്രൂരമായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് ദേവയാനി ചൂടായിട്ട് ആദർശിൻ്റെ മുഖത്ത് ഒരടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്, മോളോട് ഇവിടെ നിന്ന് പോകാനോ, നീ ഇവൾ ചെയ്ത് തന്ന ഉപകാരമൊക്കെ ഒറ്റ നിമിഷത്തിൽ നീ മറന്നു പോയോ, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ, അവൾ ചെറുതായിട്ടൊരു തെറ്റ് ചെയ്തതെന്ന് കരുതിയിട്ട് അത് വലിയ തെറ്റാണ്, അത് ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ, അതിനേക്കാളും വലിയ ഒരു ത്യാഗമല്ലേ അവൾ ചെയ്തിരിക്കുന്നത്, അത് മറന്നിട്ടാണോ നീ സംസാരിക്കുന്നത്, ആരോട് ചെയ്താലും ഇനി നയന എന്ത് തെറ്റ് ചെയ്താലും അവളോട് ആ ഒരു നന്മയുടെ പേരിൽ തന്നെ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് ചെറിയൊരു കുറ്റബോധമൊക്കെ നമ്മുടെ ആദർശിന് തോന്നുകയാണ്.